അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാം അറിയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനും സംവദിക്കുവാനുമാണ് നമ്മളിങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ നടപടികളും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ഒക്കെയാണ് ഉദ്ഘാടന സംസാരത്തിൽ ബഹുമാന്യനായ മദനി ലിബറലിസം സമൂഹത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഈ ഒരു കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ലിബറലിസം സൃഷ്ടിക്കുന്ന പരിക്കുകളുടെ ആഴം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് പുതുതലമുറയ്ക്കുണ്ടാക്കുന്നത് വലിയ നാശനഷ്ടങ്ങളായിരിക്കും. പലരും ഒരു നിസ്സംഗഭാവത്തിൽ, ഇപ്പൊ ഇവിടെ ഒരു സൂംബ ഡാൻസ് വിവാദം വന്നപ്പോൾ അതൊരു കേവലം ഒരു ഡാൻസ് അല്ലേ, അതിനെ ഇത്ര എതിർക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടോ? അതേപോലെ പെൺമക്കൾ ഒരു പാൻറ്റും ഷർട്ടും ഇട്ടതിൻ്റെ പേരിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടോ? അവർ ഒന്നിച്ചിരുന്നതിൻ്റെ പേരിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടോ? ഇങ്ങനെ ഓരോ വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴും ഇതിലേക്ക് എന്തിനാണ് ഇത്ര ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഓരോന്നും നടപ്പാക്കുന്നതിലൂടെ അത് നടപ്പാക്കുന്നവർ ഉദ്ദേശിക്കുന്ന ഒരു അജണ്ടയുണ്ട്. അത് കൃത്യമായി പൊതുജനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകളിൽ നിന്നുണ്ടാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത നസാറാക്കളെ പറ്റി വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 120-ാം വചനത്തിലൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്: വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലൻ തർദാ അൻകൽ യഹൂദു വലൻ നസ്വാറാ. ജൂതന്മാരും നസ്വാറാക്കളും മുസ്ലിങ്ങളെ നിങ്ങളെപ്പറ്റി തൃപ്തിയടയുന്നവരാവുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, നിങ്ങൾ അവരുടെ മില്ലത്തിനെ പിൻപറ്റുന്നത് വരെ, നിങ്ങൾ അവരുടെ സംസ്കാരത്തെ പിൻപറ്റുന്നത് വരെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബിയെ ആളുകളോട്, അല്ലാഹു പറയാണ്, നബിയെ ആളുകളോട് പറയ്, ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, തീർച്ചയായും അല്ലാഹുവിൻ്റെ മാർഗദർശനമാണ്, അല്ലാഹു പഠിപ്പിച്ചു തന്ന മില്ലത്താണ്, അല്ലാഹു പഠിപ്പിച്ചു തന്ന സംസ്കാരമാണ്, അല്ലാഹു പഠിപ്പിച്ചു തന്ന ധാർമ്മികതയാണ് ശരിയായ ധാർമ്മികതയും ശരിയായ മാർഗവും എന്ന്. ഇത് നമ്മൾ ഇന്ന് പടിഞ്ഞാറിൻ്റെ ആ ഒരവസ്ഥ പരിശോധിച്ചാൽ കാണാം. അവരുടെ സംസ്കാരത്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുപോകാനുള്ള നിരന്തര ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. ഗൾഫ് ലോകത്ത് നോക്കിയാൽ പോലും അവരുടെ ജീവിത രീതിയും അവരുടെ വസ്ത്രധാരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ അതിനെ പുൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെ നമുക്കിടയിൽ തന്നെ നമുക്കിന്ന് കാണാൻ സാധിക്കും.
ജൂതനസാറാക്കളുടെ സംസ്കാരവും ധാർമ്മികതയും മറ്റുള്ളവർ പിൻപറ്റണമെന്ന അവരുടെ വാശി അതേപോലെയാണ് ഇന്ന് നമ്മൾ ലിബറലുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ധാർമ്മികത നിങ്ങൾ അംഗീകരിക്കണം, എങ്കിലേ ഞങ്ങൾ തൃപ്തരാകൂ. ഞങ്ങൾ പറയുന്ന സാംസ്കാരികത നിങ്ങൾ അംഗീകരിക്കണം, എങ്കിലേ ഞങ്ങൾ തൃപ്തരാകൂ. അതിനെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ, ഇപ്പൊ ഈ അടുത്ത വിവാദത്തിൽ തന്നെ കണ്ടു, നിങ്ങൾ മതതീവ്രവാദികളാണ്. എതിർക്കുന്നവർ മതതീവ്രവാദികളാണ്, എതിർക്കുന്നവർ താലിബാനികളാണ്, എതിർക്കുന്നവർ മതമൗലികവാദികളാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് സൂംബ ഡാൻസിനോട് വിയോജിച്ചതിൻ്റെ പേരിൽ ഉണ്ടായത്. ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവ് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിഷയം അദ്ദേഹം എടുത്തു. പരന്ന ഭൂമിയുമായി നടക്കുന്ന, അല്ലെങ്കിൽ പരന്ന ഭൂമി എന്ന് പറയുന്ന ഖുർആനുമായി നടക്കുന്ന ആളുകളല്ലേ നിങ്ങൾ എന്ന പ്രയോഗം അനവസരത്തിൽ നടത്തുമ്പോൾ ഇസ്ലാമിനോടും ഈ വേദഗ്രന്ഥത്തോടുമുള്ള മനസ്സിലെ അമർഷം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ലെനിൻ ഒരഭിമുഖത്തിൽ പറയുന്നുണ്ട്, ലെനിൻ സെന്ററിന്റെ അല്ലെങ്കിൽ ലെനിൻ സെന്റർ കമ്മിറ്റിയിലെ ഏക വനിതാംഗമായിരുന്ന അലക്സാണ്ട്ര കൊളിൻഡെ എന്ന് പറയുന്ന സ്ത്രീ, അവർ പങ്കുവച്ച ഒരാശയം അദ്ദേഹം ഒരഭിമുഖത്തിൽ എടുത്തു പറയുന്നു, ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ ആശയം ഇതാണ്, ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി എന്നാണ് അതിന്റെ പേര്. എന്താണ് ഗ്ലാസ് ഓഫ് വാട്ടർ തിയറി? അദ്ദേഹം പറയുന്നത്, ഈ ഒരു തിയറി രൂപീകരിക്കപ്പെട്ടപ്പോ, ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവതരിക്കപ്പെട്ടപ്പോ അവിടെയുള്ള യുവാക്കളെ ഇത് ഭ്രാന്തന്മാരാക്കി മാറ്റി, ഇത് ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു എന്നതാണ്. അതൊരു പോസിറ്റീവായിട്ട് പറയാണ്. ആ ഒരു ഭ്രാന്തിന്റെ മുഖമാണ് ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലും കാണുന്നത്. എന്താണ് തിയറി? ഒരാൾക്ക് ദാഹമുണ്ടായാൽ ആ ദാഹം അടക്കാൻ അയാൾ ഒരു ഹോട്ടൽ തുടങ്ങുമോ? ഒരാൾക്ക് ദാഹമുണ്ടായാൽ ദാഹമടക്കാൻ അയാൾ ഒരു ഹോട്ടൽ തുടങ്ങുമോ? ദാഹം വന്ന ഒരാൾ ദാഹം തീർക്കാൻ ഒരു ഹോട്ടൽ തുടങ്ങുക, സ്വന്തം പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നത് എത്രമാത്രം വിഡ്ഢിത്തമാണോ, അതുപോലെയാണ് ഒരാളുടെ ലൈംഗിക ദാഹം തീർക്കാൻ വിവാഹത്തിലേർപ്പെടലും കുടുംബജീവിതത്തിലേർപ്പെടലും അതിൻ്റെ സംവിധാനങ്ങളുടെ പിന്നാലെ പോകും. അത് വെള്ളം കുടിക്കുന്നത് പോലെ എവിടുന്നാണോ തീർക്കാൻ പറ്റുക, അതിന് അതിർവരമ്പുകളുടെ ആവശ്യമില്ല. എവിടുന്നാണോ തീർക്കാൻ പറ്റുക അവിടുന്ന് അത് തീർക്കുക എന്നതാണ് ശരിയായ രീതി എന്നതാണ് അലക്സാണ്ടർ കൊളിൻഡയെ ഉദ്ധരിച്ചുകൊണ്ട് ലെനിൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിട്ടുന്നിടത്തുനിന്ന് വെള്ളം കുടിക്കുന്നത് പോലെ, വിശക്കുമ്പോൾ കിട്ടുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്നത് പോലെ നമ്മൾ അടക്കേണ്ട ഒന്നാണ് ലൈംഗിക തൃഷ്ണയും അതുപോലെയുള്ള ആവശ്യങ്ങളും എന്ന്. ഈ ഒരു തിയറി കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്നിടത്തെല്ലാം ഇതിനു വേണ്ടിയുള്ള വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഭിന്നമല്ല നമ്മുടെ നാടും എന്നാണ് ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു 4-5 വർഷമായി ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തര ചർച്ചകളിൽ നിന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ സെക്ഷൽ ലിബറേഷൻ എന്ന് പറയും, സെക്സിനു വേണ്ടിയുള്ള സ്വതന്ത്രമായ വാദം. അതുപോലെ തന്നെ ജനറൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ. ഇവിടെ മദനി സൂചിപ്പിച്ചതുപോലെ ഒരു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അത് ആണാണോ എന്നോ പെണ്ണാണോ എന്നോ നിശ്ചയിക്കാനുള്ള അവകാശം ആ മാതാപിതാക്കൾക്കില്ല. ആ കുട്ടി വളർന്നു വന്ന് കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ കുട്ടി തീരുമാനിക്കണം ഞാൻ ആരാകണമെന്ന്.
ഒരാൺകുട്ടിക്ക് തോന്നുകയാണ് എനിക്കൊരാണ് വേണ്ട, എനിക്ക് പെണ്ണാകണം എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് പെണ്ണാവുക. ഒരു പെണ്ണിന് തോന്നുകയാണ് എനിക്കൊരു പെണ്ണായി ജീവിക്കേണ്ട, ആണായി ജീവിച്ചാൽ മതി എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ചെയ്ത് ആണിൻ്റെ സ്വത്വത്തിലേക്ക് മാറുക, അതല്ലെങ്കിൽ മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക് മാറുക, അങ്ങനെ ജീവിക്കുക എന്ന ഒരു ചിന്താഗതിയാണ് ജനറൽ ന്യൂട്രാലിറ്റിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ വൃത്തികെട്ട യൂറോപ്പിൻ്റെ മാലിന്യങ്ങൾ നമ്മുടെ കൗമാരങ്ങളിൽ വാരി വിതറാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ ലിബറലുകളും കമ്മ്യൂണിസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന LGBTQ പോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാദഗതികളൊക്കെ നടന്നപ്പോൾ നമ്മുടെ പല മുസ്ലിം കുട്ടികളും, ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിക്കുന്ന പല മുസ്ലിം കുട്ടികൾ പോലും ഇതിന് പരസ്യം നൽകിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രൊഫൈലുകൾ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്റ്റാറ്റസുകൾ പോലും വെക്കുകയുണ്ടായി. അവർക്കറിയില്ല സത്യത്തിൽ ഇതിൻ്റെ അപകടം എത്ര വലുതാണ് എന്ന്. അഥവാ പ്രകൃതിപരമായുള്ള സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതാക്കി, അവർ തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാക്കി എല്ലാ തോന്നിയവാസത്തിലേക്കും നയിക്കാനുള്ള ശ്രമമാണ് ജനറൽ ന്യൂട്രാലിറ്റിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള നിരന്തരമായ പ്രചാരണങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്. അതിലൊരു മുദ്രാവാക്യമാണ് ലൈംഗികതയുടെ അതിർവരമ്പുകൾ നിങ്ങൾ ഭേദിക്കൂ എന്ന്. കൗമാരത്തോടും യുവാക്കളോടും അവർ വിളിച്ചു പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിൽ, ആണും പെണ്ണും തമ്മിൽ സ്വതന്ത്രമായ ലൈംഗികത നടക്കട്ടെ എന്ന്. സ്വതന്ത്രമായ ലൈംഗികത നടക്കട്ടെ എന്ന്. കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പെയോ നമുക്കറിയാം, ഒരു പ്രോഗ്രാം നടന്നപ്പോൾ വിശദമായി ഈ ഒരു ഭാഗം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 2 മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച പെൺകുട്ടികൾ ലെസ്ബിയൻ ഇണകളായി ജീവിക്കാൻ തീരുമാനിച്ച് അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാണ് യഥാർത്ഥ പുരോഗമനത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞവരെ പിന്തുണയ്ക്കാനും ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. ചാനലുകൾ അതിനേക്കാൾ മുമ്പിലുണ്ടായിരുന്നു. ആ പെൺകുട്ടികളോട് നിങ്ങൾ വിവാഹ ജീവിതം നയിച്ച് നിങ്ങൾ ആ രൂപത്തിൽ ജീവിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞ മാതാപിതാക്കളെ ആക്ഷേപിക്കാനും ചീത്ത വിളിക്കാനും ഒരുപാട് ആളുകൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം വാദഗതികൾ അവതരിപ്പിക്കപ്പെടുന്ന കലാലയങ്ങളിലേക്കാണ്, ക്യാമ്പസുകളിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരുടെ വേദഗ്രന്ഥം പോലെ കാണുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ 4-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്. നമ്മൾ സത്യം മനസ്സിലാക്കണം. ഞങ്ങൾ മറച്ചു വെക്കുന്നതിൽ ലജ്ജിക്കുന്നു. വി ആർ ഓപ്പൺ, ഞങ്ങൾ തുറന്ന ആളുകളാണ് എന്ന്. അഥവാ ഉദാര ലൈംഗികത നടക്കട്ടെ എന്നുള്ള ഒരു വാദമാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് ക്യാമ്പസ് ചുവരുകളിൽ ഇന്ന് എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ, കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരുപാട് ആളുകൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ക്യാമ്പസിന്റെ ചുവരുകളിൽ നിറയെ എഴുതിപ്പിടിപ്പിച്ച ഒരു മുദ്രാവാക്യമാണ്. അത് മാത്രമല്ല, ചിത്രം വരച്ചു. ഏതുവരെ എന്ന് ചോദിച്ചാൽ തുറിച്ചു നോക്കേണ്ട. കഴിഞ്ഞ വർഷം അധ്യയനം ആരംഭിച്ച സമയത്ത് അത് മീഡിയകളിലൊക്കെ വന്നിരുന്നു, സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിരുന്നു. തുറിച്ചു നോക്കേണ്ട, ഞാനും നീയും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന്. പ്രിയമുള്ളവരെ, പബ്ലിക് ടോയ്ലറ്റുകളിൽ നമ്മൾ പോകുമ്പോൾ, റെയിൽവേയുടെ ടോയ്ലറ്റുകളിൽ പോകുമ്പോൾ, ബസ് ടോയ്ലറ്റുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പേരെഴുതാതെ അവിടെ വരച്ചു വെക്കുന്ന ചിത്രങ്ങളും അവിടെ എഴുതി വെക്കുന്ന അക്ഷരങ്ങളും സംഘടനയുടെ പേരെഴുതി വെക്കുന്ന ഒരവസ്ഥയിലേക്ക്
ഇത്തരത്തിലുള്ള സംഘടനകൾ മാറി എന്നത് എത്ര ഖേദകരമാണ്. കുട്ടികൾക്ക് മുമ്പിൽ നിർലജ്ജം ഇത് പ്രദർശിപ്പിക്കുന്നതിൽ അവർക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മറച്ചു വെക്കലല്ല തുറന്നിടലാണ് മാന്യത എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. ആണും പെണ്ണും ഒരേ വസ്ത്രമണിയുന്നത് തൊട്ടുള്ള ജനറൽ ന്യൂട്രൽ വാദങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച വിഷയമാണിത്. ഒരു പെണ്ണ് ആണിന്റെ വസ്ത്രമണിയുക, ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രമണിഞ്ഞ് നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനല്ലാഹു റജുല യൽബസു ലബ്സതൽ മർഅ വൽ മർഅതു തൽബസു ലബ്സതർ റജുൽ. ഒരു പെണ്ണ് ആണിന്റെ ഡ്രസ് അണിയുക, ഒരു ആണ് പെണ്ണിന്റെ ഡ്രസ് അണിയുക, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശാപം പോലും ഇറങ്ങുന്ന വിഷയമാണ്. അതൊരു നിസ്സാര വിഷയമല്ല. മാത്രമല്ല പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന ഒരു ഡോക്യുമെന്ററി അവരിറക്കിയിരുന്നു. അതിലിങ്ങനെയാണുള്ളത്: അന്യ മതസ്ഥനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം പെണ്ണിനോട് അവളുടെ കൂട്ടുകാരി ചോദിക്കുകയാണ്, നിന്റെ ഉപ്പ ഇതിന് സമ്മതിക്കുമോ? നിന്റെ ഉപ്പ ഈ പ്രേമത്തിന് സമ്മതിക്കോ? ഈ കല്യാണത്തിന് സമ്മതിക്കോ? അപ്പോ അവൾ പറയുകയാണ്, എന്റെ ഉപ്പ അതിന് സമ്മതിക്കും, കാരണം എന്റെ ഉപ്പ ഒരു പുരോഗമന ആശയക്കാരനാണ് എന്ന്. ഇവിടെ എന്താണ്? നമ്മളോടാരും ഇത്തരം ആളുകൾ ഒരിക്കലും നിസ്കരിക്കുന്ന ഒരാളോട് നീ നിസ്കരിക്കരുത് എന്ന് പറയില്ല. തട്ടമിടുന്ന ഒരാളോട് നീ തട്ടമിടരുത് എന്ന് പറയില്ല. മറിച്ച് ഇതിനോടൊക്കെ നമസ്കാരത്തോട്, വസ്ത്രധാരണത്തോട് അപകർഷതാ ബോധമുണ്ടാക്കുന്ന, ഇതൊരു മോശം ഏർപ്പാടാണ്, ഇത് ഇന്നത്തെ സമൂഹത്തിന് ചേർന്ന വേഷവിധാനമല്ല എന്ന് തോന്നിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഡോക്യുമെന്ററികൾ ഇറക്കുന്നതിലൂടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കുക. ആ പെണ്ണ് എന്റെ ഉപ്പ ഇതിന് സമ്മതിക്കും, കാരണം എന്റെ ഉപ്പ ഒരു പുരോഗമന ആശയക്കാരനാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ ജീവിതത്തിൽ മതത്തിനൊരു പ്രസക്തിയില്ല, അതിനെ ഞാൻ പരിഗണിക്കുന്നില്ല എന്നാണ് ആ മറുപടി കൊടുക്കുന്നതിലൂടെ സത്യത്തിൽ കടന്നു വരുന്നത്. ഇവിടെ വിശ്വാസികൾ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ വിശ്വാസികൾ തമ്മിൽ നടക്കേണ്ട ഒരു പവിത്ര ബന്ധത്തോടുള്ള വെല്ലുവിളി ഉയർത്തുകയാണ് ആ പെണ്ണിന്റെ മറുപടിയിലൂടെ ഉണ്ടാവുന്നത്. അഥവാ മതത്തിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ തയ്യാറാകൂ എന്ന ഒരു സന്ദേശമാണ് ഇവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറഞ്ഞു, ലാ ഹുന്ന ഹില്ലുൽ ലഹും വലാ ഹും യഹില്ലൂന ലഹുൻ വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 221-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ ഹുന്ന ഹില്ലുൽ ലഹും, അവർ നിങ്ങൾക്ക് അനുവദനീയമല്ല ബന്ധത്തിൽ, വലാ ഹും യഹില്ലൂന ലഹുന്ന, അത്തരം സ്ത്രീകൾ പുരുഷനോ പുരുഷൻ സ്ത്രീകൾക്കോ അനുവദനീയമല്ല, വലാ തൻകിഹുൽ മുശ്രികാത്ത്, ഒരു മുശ്രിക്കായവനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, ഒരു മുശ്രിക്കായ പെണ്ണിനെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, അവൾ വിശ്വാസിയാകുന്നത് വരെ. അത് നേരെ തിരിച്ചുമാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ ഇവിടെ ഒരു തട്ടമിട്ട പെണ്ണ്, ഇസ്ലാമിക വസ്ത്രം ധരിച്ച ഒരു പെണ്ണ് പറയുകയാണ്, എന്റെ ഉപ്പ നിനക്ക് സമ്മതിക്കും, കാരണം എന്റെ ഉപ്പ മതത്തേക്കാൾ അയാൾ വില കൽപ്പിക്കുന്നത് പുരോഗമന ആശയത്തിനാണെന്ന് പറയുമ്പോ അതിലേക്ക് എടുത്തു ചാടാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണത്. ഇത് നമ്മളെ നിസ്സാരമായി കണ്ടിട്ട് കാര്യമില്ല. ഉദാര ലൈംഗിക വാദത്തിലൂടെ ലിബറൽ പ്രസ്ഥാനങ്ങളും അതിന്റെ വിദ്യാർത്ഥി സംഘടനകളും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നു വരുന്ന ധാർമ്മിക ബോധത്തെയും കാഴ്ചപ്പാടുകളെയും തകർക്കൽ തന്നെയാണ്.
കൂടെ കൂടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ കൂടെ കൂടിയാൽ നമ്മുടെ മക്കളും നശിക്കും, നമ്മുടെ കുടുംബവും നശിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, തിന്മയുടെ കൂടെ കൂടിയാൽ തിന്മ ഇങ്ങോട്ട് വരും എന്നല്ലാതെ നന്മ അങ്ങോട്ട് പോകില്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും, ആദർശത്തിലായിരിക്കും, മാർഗത്തിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ ആ കൂട്ടുകാരൻ ആരെന്ന് നല്ല പരിശോധനയുണ്ടാവണം. കൂട്ടുകാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പരിശോധനയുണ്ടാവണം എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇപ്പൊ ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. കുറച്ചു മുമ്പ് എന്തായിരുന്നു, പെൺകുട്ടികൾ പൊര നിറഞ്ഞു നിൽക്കുന്നു, വിവാഹം കഴിച്ചു വിടപ്പെടുന്നില്ല, അല്ലേ? ആൺകുട്ടികൾക്ക് എങ്ങനെയും എത്ര പ്രായമുള്ളവരെയും എങ്ങനെയും തെരഞ്ഞെടുക്കാമായിരുന്നു. ഇന്നിപ്പോ ആളുകൾ എന്താ പറയുന്നത്? പെൺകുട്ടിയെ കിട്ടുന്നില്ല, ആണുങ്ങൾ വിവാഹം അന്വേഷിച്ച് നടക്കാണ്. ഇവിടുന്ന് 1, 2, 3 മാസത്തിന് ലീവിന് പോയി കല്യാണം അന്വേഷിച്ചിട്ട് കല്യാണം കഴിക്കാതെ തിരിച്ചു വരുന്ന ഒരവസ്ഥ. എന്താ ഇതിന്റെ പിന്നിലുള്ള കാരണം? നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്വാഭാവികമായി നടക്കുന്ന കാര്യമായിരിക്കും. സത്യത്തിൽ ഇത്തരം ഡോക്യുമെന്ററികളുടെയും ഇത്തരം പ്രചാരണങ്ങളുടെയും ലിബറൽ പ്രചാരണങ്ങളുടെയും ഒക്കെ ഒരു അനന്തര ഫലമാണ്. ഒരു പെണ്ണ് ഇന്ന് ചിന്തിക്കുകയാണ്, ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെണ്ണ് ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനിപ്പോ വിവാഹം കഴിക്കണം, പഠനം നടക്കട്ടെ, പഠനം കഴിഞ്ഞിട്ട് എന്തിന് കല്യാണം കഴിക്കണം, ഒരു ജോലിയാവട്ടെ, വരുമാനം വേണം, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് മതി എനിക്കൊരു കല്യാണം, അല്ലാതെ ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് അയാളുടെ അടിമയായി നിൽക്കേണ്ട ആളല്ലല്ലോ ഞാൻ എന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് വന്നിട്ടുണ്ട്. അതങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെന്താ? ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിനെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ്, ഒരു പവിത്ര ബന്ധമായിട്ടാണ് വിവാഹത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടട്ടെ, പെണ്ണും തമ്മിൽ നടക്കട്ടെ, ആണും പെണ്ണും അതിർവരമ്പുകളില്ലാതെ ഉദാരമായത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു ജനതയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങിപ്പോകണം. ഒരുപാട് ജനത ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും നിന്ദ്യമായി ശിക്ഷിക്കപ്പെട്ട ജനതയാണ് സദോം നിവാസികൾ, അഥവാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. ലോകത്താദ്യമായി സ്വവർഗ വിവാഹത്തിന് പ്രോത്സാഹനം നൽകുകയും സ്വവർഗ വിവാഹത്തെ വിശുദ്ധമായി പ്രഖ്യാപിക്കുകയും സ്വവർഗ വിവാഹത്തിലും സ്വവർഗരതിയിലും ഏർപ്പെടുന്നവരെ മാന്യന്മാരായി കണക്കാക്കുകയും ചെയ്തിരുന്ന ഒരു ജനത. ആ ജനതയ്ക്ക് അള്ളാഹു കൊടുത്തത് തുല്യതയില്ലാത്ത 3 ശിക്ഷയാണ്. അങ്ങനെ ഒരു ജനത അതിന് മുമ്പോ അതിന് ശേഷമോ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ജനതയുടെ മോശമായ ഏർപ്പാട് കണ്ടപ്പോ ലൂത്ത് നബി അലൈഹിസ്സലാം പറയുകയാണ് അവരോട്, ഇന്നകും ലതഅതൂന റിജാല ശഹ്വതം മിൻ ദൂനിൻ നിസാ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഇന്നകും ലതഅതൂന റിജാല ശഹ്വതം മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ വിട്ട് പുരുഷനെ വേൾക്കാൻ, പുരുഷനുമായി രതിയിലേർപ്പെടാൻ നിങ്ങൾ വന്നിരിക്കുന്നത്, ആ മാർഗം മ്ലേച്ഛമാണ്, ആ മാർഗം മോശമാണ്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അതിരുവിട്ടവരാണ്. അപ്പോൾ ആ ജനത നൽകുന്ന മറുപടി അല്ലാഹു ഉദ്ധരിക്കുകയാണ്, വമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലൂ അഖ്രിജൂഹും മിൻ ഖറിയതികും ഇന്നഹും ഉനാസുൻ യതതഹറൂൻ.
അല്ലയോ സമൂഹമേ, ഈ പറയുന്ന ലൂത്തിനെയും അവന്റെ ആളുകളെയും നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഇവർ പരിശുദ്ധിയുടെ വാദങ്ങൾ പറഞ്ഞു വന്നിരിക്കുകയാണ്. ഇവർ വിശുദ്ധി പറഞ്ഞു വന്നിരിക്കുകയാണ്. ഈ ജനങ്ങളെ നിങ്ങൾ പുറത്താക്കൂ എന്ന ഫാസിസത്തിന്റെ വർത്തമാനമാണ് ആ ജനത ലൂത്ത് നബി അലൈഹിസ്സലാമിനെതിരെ ഉയർത്തിയത്. പ്രിയമുള്ളവരെ, ഇതുപോലെ വിശുദ്ധമായ മാർഗത്തെ, ധാർമ്മികമായ വഴിയെ, ശരിയായ സംസ്കാരത്തെ ജനങ്ങളോട് പറയുമ്പോൾ ഇന്ന് സത്യത്തിൽ ലിബറലുകളും ചെയ്യുന്നത് അത് തന്നെയാണ്. അതിനെ അടിച്ചിരുത്തുവാനുള്ള, അതിനെ ശക്തിയുക്തം തകർക്കുവാനുള്ള, അടിച്ചമർത്തുവാനുള്ള മാർഗങ്ങളും സമീപനങ്ങളുമാണ് അവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ 4-ാം അധ്യായത്തിൽ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിലനിൽക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിലനിൽക്കുന്ന മുഴുവൻ സാംസ്കാരിക സാഹചര്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടല്ലാതെ കമ്മ്യൂണിസം നിലനിൽക്കുകയില്ല. അതാകുന്നു നമ്മുടെ ആദർശം. നിലനിൽക്കുന്ന എല്ലാ സാംസ്കാരികമായ സാഹചര്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടല്ലാതെ കമ്മ്യൂണിസം നിലനിൽക്കുകയില്ല എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒന്നാമത്തെ വിഷയം കുടുംബ സംവിധാനമാണ്. ഫെഡറിക് എംഗൽസ് പറഞ്ഞത് സ്വകാര്യ സ്വത്തിലാണ് കുടുംബം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അത് മുതലാളിത്തത്തിന്റെ നിർമ്മിതിയാണ്. കുടുംബ സംവിധാനത്തിൽ സ്വത്ത് അവരിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. വിവാഹം കഴിക്കുന്നതിലൂടെ ആ കുടുംബത്തിന്റെ പുറത്തേക്ക് ആ സ്വത്ത് പോകുന്നില്ല. അതില്ലാതായാലേ മുതലാളിത്തത്തിന്റെ സർവ്വ തിന്മകളും ഇല്ലാതാകൂ എന്നാണ് കമ്മ്യൂണിസം വാദിച്ചത്. മാത്രമല്ല, കുടുംബ സംവിധാനങ്ങൾ സ്ത്രീയെ അടിച്ചമർത്തുന്ന ഇടങ്ങളും അവളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഇടങ്ങളുമാണ് എന്ന് വാദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഫെമിനിസവുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകൾ വന്നപ്പോ നമ്മൾ കണ്ടു, ചാനലിന്റെ അവതാരകരായ ആളുകൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇസ്ലാമിനെയാണല്ലോ. നമ്മൾ ഈ കുവൈറ്റിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. രാത്രി പാതിരാത്രി 10 മണിക്കും 12 മണിക്കും രാത്രി 1 മണിക്കും 2 മണിക്കുമൊക്കെ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് പോകുന്നത് കാണാം. എവിടെയെങ്കിലും ദ്രോഹിക്കപ്പെടുന്നുണ്ടോ? എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താ ആലോചിച്ചു നോക്കി. അപ്പൊ ഒരു വശത്ത് സത്യത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളും അതുപോലെ തന്നെ ബലാത്സംഗ കേസുകളും അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് സ്ത്രീയെ അടിച്ചമർത്തുന്നത്, സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത് ഇസ്ലാമാണ് എന്ന് പറയുന്നത് എത്രമാത്രം വിരോധാഭാസമാണ് സഹോദരങ്ങളെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാം കുടുംബ ജീവിതത്തെയും അതുപോലെ തന്നെ വിവാഹത്തെയും കാണുന്നത് എത്ര പവിത്രമായിട്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു പ്രയോഗമില്ല. വിശുദ്ധ ഖുർആനിൽ ഭർത്താവിനും ഭാര്യയ്ക്കും അള്ളാഹു പ്രയോഗിച്ച പദമെന്താ? സൗജ് എന്നാണ്, ഇണ എന്ന. ഭാര്യ ഭർത്താവിനെ ഭരിക്കുക എന്ന, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഭരിക്കുക എന്ന ഒരു രീതിയെ പ്രവാചകൻ പഠിപ്പിച്ച കുടുംബ സംവിധാനത്തിലില്ല. അവർ പരസ്പരം ഇടപഴകി പോവുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ,
നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അതെന്തിനാ? ഭാര്യക്ക് ഭർത്താവിനെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ അടിച്ചമർത്തി അടിമയാക്കി അവളെ നിർത്താനാണോ? ലിതസ്കുനു ഇലൈഹ, പരസ്പരം സമാധാനമടയാനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഒരു ഭർത്താവിനോട് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി പറഞ്ഞെന്താ? അക്മലുൽ മുഅ്മിനി ഈമാനൻ അൽതഫുകും ബി അഹ്ലിഹി. ഒരു മനുഷ്യന്റെ ഒരു യുവാവിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥന്റെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ അവൻ അവന്റെ ഇണയോട് ഏറ്റവും മാന്യമായി പെരുമാറണമെന്നാണ്. ഏറ്റവും ലുത്ഫോടുകൂടി, ഏറ്റവും അനുകമ്പയോടുകൂടി, ഏറ്റവും ദയയോടുകൂടി ഭാര്യയോട് പെരുമാറുമ്പോഴേ അവന്റെ വിശ്വാസം പോലും പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന് സ്ത്രീയെ, അത് ആ ആദർശം, ആ സിദ്ധാന്തം സ്ത്രീയെ അരക്ഷിതമാക്കുന്ന സിദ്ധാന്തമാണെന്ന് പറയാൻ പറ്റുമോ? സ്ത്രീയെ അടിച്ചമർത്തുന്ന സിദ്ധാന്തമാണ് എന്ന് പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് കമ്മ്യൂണിസം എന്ന ഗ്രന്ഥത്തിൽ കാൾ മാർക്സ് എഴുതി, ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിരീശ്വരവാദത്തിൽ നിന്നാകുന്നു കമ്മ്യൂണിസം ആരംഭിക്കുന്നത്. നിരീശ്വരവാദത്തിൽ നിന്നാകുന്നു കമ്മ്യൂണിസം ആരംഭിക്കുന്നത്. ലെനിൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. മാർക്സിസത്തിന് ഒരിക്കലും ദൈവനിഷേധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. അതിന്റെ പ്രകൃതിപരമായ സ്വഭാവമാകുന്നു ദൈവ നിഷേധമെന്ന്. പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടതുണ്ട്. ദൈവിക ബോധവും പരലോക ബോധവും ധാർമ്മികതയും ഇല്ല എങ്കിൽ ഒരു സമൂഹം എത്രമാത്രം അധപ്പതിക്കും എന്നതിന്റെ നേർചിത്രങ്ങളാണ് ലിബറൽ വാദത്തിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ ക്യാമ്പസുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതവിശ്വാസത്തോട് വിരസതയും അപകർഷതാബോധവും സൃഷ്ടിച്ച് മതനിരാസം ലക്ഷ്യം വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും അതിന്റെ വിദ്യാർത്ഥി ഘടകങ്ങളുടെയും ചതിക്കുഴികൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ പുതുതലമുറയെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജെൻഡർ ഈക്വാലിറ്റിയിലൂടെയും ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെയും അത് രണ്ടും പറഞ്ഞ് അല്ലെങ്കിൽ സമാനമായ വാദങ്ങൾ പറഞ്ഞ് കലാലയങ്ങളിലൂടെ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗൂഢ അജണ്ടകളെ നമ്മൾ തിരിച്ചറിയുക. വിവാഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ച് ലിവിംഗ് ടുഗദറുകൾ നടക്കട്ടെ, ഉദാര ലൈംഗികതകൾ നടക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ പിന്നാമ്പുറങ്ങളെ നമ്മൾ തിരിച്ചറിയുക. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ധാർമ്മികമായ കാഴ്ചപ്പാടുകളെയും കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന ലിബറൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേവലം സ്വതന്ത്രമായ ചിന്തകളല്ല. നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക, അത് കേവലം ചിന്തകളല്ലേ, സ്വതന്ത്രമായ വാദങ്ങളല്ലേ എന്ന്. പക്ഷേ അതിനപ്പുറം മതങ്ങൾക്ക് എതിരെ വളർന്നു വരുന്ന ഒരു മതമായി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. ജാഗ്രത തീർച്ചയായും ഉണ്ടാകണം. കൃത്യമായി ഈ വിഷയത്തെ അറിയാനും പഠിക്കാനും നമ്മുടെ തലമുറയെ രക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീക്ക് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.